ഇതൊക്കെ വീഡിയോ ആണ്. നിനക്കവിടെ ഭയങ്കര വെളിച്ചാണല്ലോ. കാലൈ പോമാ കാലൈ പോമാ കാലൈ പോമാ അല്ല നമുക്ക് ബീച്ചിൽ പോകും. കാലൈ പോ കാലൈ പോമാ. എങ്ങനെയുണ്ട് ഈ ശില്പ സിനിമ? എനിക്ക് വലിയ കുഴപ്പമില്ലാന്നാ തോന്നിയിട്ടുള്ളൂ. ഹൊറർ എലമെന്റ് ഒക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ കഥ പോരാ. സിനിമ ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തല്ല. ഞാൻ രാവിലെ തന്നെ എനിക്ക് അയച്ചതില്ലേ കുറെ ആൾക്കാർ റിവ്യൂ ഇട്ടാൻ. ഞാൻ കുറച്ച് പ്രതീക്ഷിച്ച് കുറച്ചും കൂടെ പേടിക്കാനുണ്ടാവും പ്രതീക്ഷിച്ചത്രയില്ല. പേടിക്കുന്നില്ല, കഥ തന്നെ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ. സ്പോയിലർ ആയി പോകും കാര്യം പറഞ്ഞാല്. എന്നാലും എന്താ പറയാ, കൊറേ ക്വസ്റ്റ്യൻ മാർക്കുകൾ നമ്മള് സിനിമ കണ്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അല്ലേ? നീ നേരെ കിട്ടുന്നില്ല. ചെയ്യണ്ടാ മതി, ഒറിജിനൽ ആയിട്ടുണ്ട് ഞാൻ റോ. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താന്ന് വെച്ചാല്, നമ്മള് എന്തായിരുന്നു സിനിമന്റെ പേര്? അതിന്റെ പേര് പറയാൻ അറിയില്ല കേട്ടോ. സത്യത്തിനൊക്കെ അറിയോ? പ്രണവ് മോഹൻലാലിന്റെ പുതിയ സിനിമയ്ക്ക് പോയിട്ട് വരികയാണ് നമ്മള്. അപ്പൊ നമ്മള് എക്സ്പെക്ട് ചെയ്ത അത്ര ഇഷ്ടമില്ലാന്ന് വെച്ചാൽ ഹൊറർ എലമെന്റ് ഭയങ്കര ഉണ്ട്. എനിക്ക് പൊതുവേ ഇത് കുറച്ച് കുറയ്ക്കോ. പൊതുവേ ഇങ്ങനെ ഹൊറർ മൂവീസ് പേടിയായതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിക്കാണ്ടായിരുന്നു. ഇവർക്ക് തീരെ പേടിക്കാനില്ല എന്നാ പറഞ്ഞത്. പേടിക്കാനുണ്ട്, ഞെട്ടാനൊക്കെ ഉണ്ട്, പക്ഷെ സൗണ്ട് എഫക്ട്സും സിനിമാറ്റോഗ്രാഫി ക്ലൈമാക്സ് ഒക്കെ കുറച്ച് പേടിച്ചിങ്ങനെ വിറക്കണായിരുന്നു. അത് വന്നില്ല. പിന്നെ കഥ മൊത്തത്തിൽ എനിക്ക് കംപ്ലീറ്റ് അല്ലാത്ത പോലെ തോന്നി. എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള പോലെ ഫീൽ ചെയ്തു. പക്ഷെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. പ്രണവ് മോഹൻലാലിന്റെ എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെന്ന് പറയുന്നത് നമ്മൾ പോകുന്ന തിയേറ്ററും കൂടെ നോക്കണം. ഈ പേടിച്ചിട്ട് സീരിയസ് സിറ്റുവേഷൻസ് കോമഡി ആക്കുന്ന ആൾക്കാർ എന്താ പറയാ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഒരു എക്സ്പീരിയൻസ് പോകും. അപ്പം അങ്ങനത്തെ കുറച്ച് ടീം ഉണ്ടായിരുന്നു നമ്മളെ തിയേറ്ററിൽ. പിന്നെ ഇത് വൺ ടൈം അതില് ഇങ്ങനെയൊക്കെയാ കണ്ടത്. അപ്പൊ വൺ ടൈം വാച്ചിന് നല്ലൊരു മൂവിയാണ്, പക്ഷെ അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ കൂടുതൽ ഇനിയിപ്പോ നാളെ ഇപ്പം അച്ഛനമ്മനെയൊക്കെ കൊണ്ട് കാണണം എന്ന് പറഞ്ഞാൽ തോന്നൂല. മേക്കിംഗ് അടിപൊളിയാണ്, പേടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കുറച്ചും കൂടെ പേടി പ്രതീക്ഷിച്ചു. സൗണ്ട് എഫക്ട്സ് ഒക്കെ ഇങ്ങനെ സൗണ്ട് എഫക്ട്സ് അടിപൊളി കണ്ടിരിക്കാം. വേഗം തീർന്ന പോലെ തോന്നിയില്ലേ? പിന്നെ ഇവരൊക്കെ ഇത്ര ഹൈപ്പ് കൊടുത്തത് അത് എനിക്ക് തോന്നുന്നു ഇതൊരു പ്രേതത്തിന്റെ സിനിമയായിട്ട് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ കാണാൻ പോയപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ട്രെയിലർ ഒന്നും കാണാണ്ട് കണ്ടവർക്ക് ചിലപ്പോ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് കണ്ട ആൾക്കാർക്ക് നമ്മൾ കുറെ എക്സ്പെക്ടേഷനിൽ പോയതുകൊണ്ടായിരിക്കും മേ ബി അല്ലെ. കുറെ എക്സ്പെക്ടേഷൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഡിസപ്പോയിന്റഡ് ആവാം ചാൻസ് ഉണ്ട്. അതർവൈസ് ഫൈൻ ഫിലിം അല്ലേ. റേറ്റ് ചെയ്യുകയാണെങ്കിൽ 10ൽ എത്ര കൊടുക്കുന്നു? 7.5. ഞാനൊരു 7 കൊടുക്കും. ആ ഒരു റേഞ്ച് വരും. ഓക്കെ, ഭയങ്കരമായിട്ട്